പുരാണ കഥയനുസരിച്ച് മധുരയിലെ രാജാവായ മലയധ്വജ് പാണ്ഡ്യയും ഭാര്യയും പുത്രനെ ലഭിക്കാൻ ഒരു യാഗം നടത്തി. ഈ യാഗത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച മകൾക്ക് 3 വയസ്സായിരുന്നു. സാധാരണ കുട്ടിയേക്കാൾ പ്രായക്കൂടുതലായി ജനിച്ച മകളുടെ ഒരു പ്രത്യേക കാര്യം, അവളുടെ കണ്ണുകൾ ഒരു മത്സ്യത്തെപ്പോലെ വലുതും നല്ല ആകൃതിയുള്ളതുമാണ്. ഇക്കാരണത്താൽ മലയധ്വജ് രാജാവും ഭാര്യയും മകൾക്ക് മീനാക്ഷി എന്ന് പേരിട്ടു. രാജാവിൻ്റെ മകൾക്ക് മത്സ്യത്തെപ്പോലെ കണ്ണുകൾ മാത്രമല്ല 3 സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. തങ്ങളുടെ മകൾക്ക് 3 സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് രാജാവും രാജ്ഞിയും വളരെ സങ്കടപ്പെട്ടു. ഇത് കണ്ടപ്പോൾ പരമശിവൻ രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ മകൾക്ക് അനുയോജ്യമായ വരനെ കണ്ടെത്തുമ്പോൾ 3ാമത്തെ സ്ഥാനം സ്വയം അപ്രത്യക്ഷമാകുമെന്ന് ഉറപ്പു നൽകി. തൻ്റെ മകൾ വളരെ ധൈര്യശാലിയായിരിക്കുമെന്നും അതുകൊണ്ടാണ് തൻ്റെ മകളും രാജാവിനെ പോലെ തൻ്റെ രാജ്യം ഭരിക്കുന്നതെന്നും ശിവൻ പറഞ്ഞു. മീനാക്ഷി ദേവി വളരെ ധൈര്യശാലിയായിരുന്നു. ഇക്കാരണത്താൽ അവൾ ലോകം മുഴുവൻ ഭരിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനായി ദേവി മീനാക്ഷി പല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി. രാജാക്കന്മാർ മാത്രമല്ല, പല ദൈവങ്ങളെയും പരാജയപ്പെടുത്തി. തൻ്റെ വിജയരഥത്തിൽ കയറിയ മീനാക്ഷി ദേവി ഒരു ദിവസം വനത്തിലെത്തി. അവിടെ ഒരു യുവ സന്യാസിയെ കണ്ടുമുട്ടി. മീനാക്ഷി ദേവി ഈ സന്യാസിയെ കണ്ടപ്പോൾ അവളുടെ 3ാമത്തെ സ്ഥാനം സ്വയം അപ്രത്യക്ഷമായി. സ്ഥാനം അപ്രത്യക്ഷമായപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി, ശിവന്റെ വാക്കുകൾ അനുസരിച്ച് ഈ സന്യാസിയാണ് തനിക്ക് അനുയോജ്യനായ വരൻ. സുന്ദരേശ്വർ ദേവ് എന്നാണ് ഈ സന്യാസിയുടെ പേര്. ഈ സന്യാസി പരമശിവനായിരുന്നു. സുന്ദരേശ്വരനെ കണ്ടപ്പോൾ മീനാക്ഷി രാജ്ഞി താൻ ഈ യുവാവിനെ നേരത്തെ കണ്ടുമുട്ടിയ കാര്യം ഓർത്തു. താൻ പാർവതിയുടെ അവതാരമാണെന്നും ഈ സന്യാസിയാണ് ശിവനെന്നും അവൾ ഓർത്തു. മീനാക്ഷി ദേവി സന്യാസിയോടൊപ്പം മധുരയിൽ തിരിച്ചെത്തി സുന്ദരേശ്വർ ദേവിനെ വിവാഹവും കഴിച്ചു.